പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതനായ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സി വി ആൻഡ്രൂസ് പാസ്റ്റർ, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാർ, എന്നെ ഒരു ആത്മീയ ഒരു ഗുരു എന്ന നിലയിൽ എന്നെ ആ നിലയിലൊക്കെ ഗൈഡ് നൽകുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ടി വി സക്കറിയ പാസ്റ്റർ, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞ പ്രിയ മോനി മാത്യു പാസ്റ്റർ, പി വി മാത്യു പാസ്റ്റർ തുടങ്ങി സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കും, അപ്പോൾ തന്നെ മറ്റ് ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് വന്ദനം പറയുകയാണ്. 2022 നവംബർ മാസത്തിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി ദൈവവചന പഠനത്തിനായി കടന്നു വരാൻ എനിക്ക് അവസരം ഉണ്ടായത്. കർത്താവിന്റെ ദാസൻ സേവ്യർ പാസ്റ്റർ സേവ്യർ ജെയിംസ് ദൈവദാസനാണ് എന്നെ അത് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് ദൈവവചന പഠനത്തിനായിട്ട് ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് തുടർച്ചയായി എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാനും ദൈവവചനം പഠിക്കാനുമുള്ള ഒരു അവസരം കർത്താവ് നൽകി. അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ഉള്ളത്തിൽ പ്രിയ ആൻഡ്രൂസ് പാസ്റ്ററെ കുറിച്ച് കുറെ കൂടെ ആഴമായ ഒരു ബോധ്യം ലഭിച്ചു. വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ദേവദാസനോട് ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ഇപ്പോൾ 108ാമത്തെ ക്ലാസ് ഇന്നലെ നടന്നു. 2.5 വർഷത്തോളമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ തൃശ്ശൂർ സെന്ററിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവദാസന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിസ്തുല്യമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള കർത്താവിന്റെ ദാസന്റെ ആ സേവനവും ശുശ്രൂഷയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ വിവിധ സഭകളിൽ നിന്ന് ചില ദൈവദാസന്മാരും ദൈവമക്കളും ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അധിക പേർക്കും മലങ്കര ക്രിസ്ത്യൻ ചർച്ചിനെ കുറിച്ചും പരിചയം കാണുകയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒറ്റ വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ദൈവമേൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന കർത്താവിൽ ശരണപ്പെടുകയാണ്. 1985, 86 കാലങ്ങളിൽ യാക്കോബായ സഭയില് ഒരു വലിയ ആത്മീയ ഉണർവ് ഉണ്ടാകാനായിട്ടിടയായി. യാക്കോബായ സഭയിൽ ഉണ്ടായിരുന്ന സെന്റ് പോൾ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലൂടെ അനേകര് സുവിശേഷം കേൾക്കാനും രക്ഷിക്കപ്പെടാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടായി. 85 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഞാനും രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ദൈവവചനം പഠിച്ച് വേർപാടിന്റെ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ദൈവദാസന്മാർ, അതില് ഏറ്റവും ലീഡർഷിപ്പ് നൽകിയിരുന്നത് പൗലോസ് കുന്നുമേൽ എന്ന് പറയുന്ന അച്ഛനാണ്. ദൈവദാസന് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ഉള്ളത്തിൽ മറ്റ് 5 വൈദികര് യാക്കോബായ സഭയിൽ നിന്ന് 90-ൽ സ്നാനപ്പെട്ട് വേർപെട്ട് വരാനും മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ ഒരു ആത്മീയ കൂട്ടായ്മ രൂപപ്പെടാനൊക്കെ ഇടയായിട്ട് തീർന്നു. ഞാൻ ദൈവത്തിന്റെ ഒരു പദ്ധതി ഓർക്കുന്നത്, പരിയാപുരം യോനാച്ചാൻ എന്ന് പറയുന്ന ദൈവദാസനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അന്ന് കുന്നുമേലച്ഛനും അതുപോലെ ഇപ്പോൾ സഭയുടെ ഡയറക്ടറായിരിക്കുന്ന സജു റീസ് അച്ഛനും പരിയാപുരത്ത് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് യാക്കോബായ സഭയിലായിരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് ദേവദാസനെ കാണാൻ പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരമുണ്ടായി. അന്ന് ആ ദേവദാസൻ കുന്നുമേലച്ഛനോട് ഒരു ദൂത് പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു: ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് നയിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തതുപോലെ സാമുദായിക കെട്ടുപാടിൽ നിന്ന് അനേകരെ വിടുവിച്ച് കർത്താവിലേക്ക് നയിക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ അതിന് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഞാൻ അതെങ്ങനെ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. 90-ൽ 5 അച്ഛന്മാരെ ഒരുമിച്ച് സ്നാനപ്പെടാനും മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരില് ഈ കൂട്ടായ്മ ആരംഭിക്കാൻ കേരളത്തിന്റെ വിവിധ ഇടങ്ങളില്, നോർത്ത് ഇന്ത്യയില് പല സ്ഥലങ്ങളിലൊക്കെ കൂടിവരവുകൾ ഉണ്ടാകാനുള്ള അവസരങ്ങള് കർത്താവ് ഒരുക്കി. ഇന്ന് കുന്നുമേലച്ഛൻ വിശ്രമിക്കുകയാണ്. പ്രിയ സാജു അച്ഛനാണ് ഇന്ന് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞ, ഞാനൊരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. യാക്കോബായ സഭയിലെ പള്ളിക്കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നിരുന്നു. പള്ളി അഥവാ ശുശ്രൂഷക്കാരനായിട്ടും സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം. എന്നാൽ എന്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഒരു വളരെ തകർന്ന ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യം. എന്നും വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും
മാനസികമായിട്ടൊക്കെ തകർന്ന ഒരു കാലഘട്ടം. രണ്ടാമത്തെ സിനിമയൊക്കെ കണ്ട് വീണ്ടും റോഡിലിരുന്ന് നേരം വെളുപ്പിക്കാനൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം ഒന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കിടന്ന ഉറക്കം വരത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1985 ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയില് ഒരു സുവിശേഷ മീറ്റിംഗ് നടന്നു. വെറുതെ നേരെ പോകാൻ വേണ്ടിയിട്ട് അവിടെ കടന്നുപോയതാണ്. പക്ഷെ അന്നത്തെ ആ മീറ്റിംഗിൽ എന്നെ പോലെ തകർന്ന ഒരു ചെറുപ്പക്കാരൻ യേശു ക്രിസ്തുവിലൂടെ രൂപാന്തരം പ്രാപിച്ച ആ ദൈവിക സന്ദേശവും സാക്ഷ്യവും എന്റെ ജീവിതത്തെ വളരെ ആഴമായി സ്പർശിച്ചു. ഞാൻ പല ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ കുറിച്ച് കേട്ടപ്പോ അതെന്നെ വളരെ സ്വാധീനിച്ചു. ഞാൻ എല്ലാവരും പിരിഞ്ഞപ്പോ ദേവദാസിന്റെ അടുക്കൽ ചെന്ന് എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ധരിച്ചത് എന്റെ അപ്പച്ചനോട് സംസാരിച്ച് അപ്പച്ചന്റെ മദ്യപാനമൊക്കെ മാറി കുടുംബത്തിലൊരു സ്വസ്ഥത വരുമെന്നാണ്. എന്നാൽ അന്ന് രാത്രി ദൈവസന്നിധിയിൽ എന്നെ തന്നെ കാണാനും, അപ്പച്ചനും മദ്യപാനിയായി ഉള്ള പാപിയാണ്, ഞാൻ മദ്യപിക്കാത്ത പാപിയാണ്, ദൈവസന്നിധിയിൽ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അന്ന് രാത്രി ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം നൽകുകയാണെങ്കിൽ, എന്റെ ഈ തകർന്ന മനസ്സിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരികയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കാമെന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് കരുണ കാണിച്ചു. ഞാൻ ഓർക്കുന്നു, അന്ന് രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ദേവദാസന്മാര് വന്ന് എന്റെ അപ്പച്ചനും അമ്മയായിട്ടൊക്കെ കുറെ അധികം ഉച്ചവരെയുള്ള സമയങ്ങൾ സംസാരിച്ചെങ്കിലും അവരിൽ യാതൊരു മാറ്റവും വന്നില്ല. പക്ഷെ മാറ്റം ഉണ്ടായത് പിന്നെയും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ്. കർണാടകയില് ഒരു ചെറിയ പള്ളിയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നീട് ആ കൂട്ടായ്മയിൽ പോകാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ സ്നേഹം ആഴത്തിൽ വന്നപ്പോഴാണ് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങിയത്. ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുന്നതെല്ലാം പുതിയ അറിവുകളാണ്. പുസ്തകം ആ നിലയിൽ തുറമാനമായിട്ടൊക്കെ വായിക്കാൻ അവസരം ഉണ്ടായി. ഞാൻ വളരെ വിക്കുള്ള ഒരാളായിരുന്നു. എനിക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിക്കുണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം ഇങ്ങനെ കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ള ചിന്ത വന്നപ്പോ പെട്ടെന്ന് എന്റെ ചേട്ടൻ മനസ്സ് പറഞ്ഞു, നീ ആളുകളെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിക്കിയൊക്കെ പറയുമ്പോ അത് പരിഹാസമാകും. ഞാൻ എന്റെ 25 വയസ്സ് പ്രായമാണെന്ന്. പക്ഷെ പെട്ടെന്ന് ഞാൻ മോശയുടെ കാര്യം എന്റെ ഉള്ളിൽ കർത്താവ് ഓർമ്മപ്പെടുത്തി. മോശയുടെ വിക്ക് മാറ്റാൻ, അല്ലെങ്കിൽ മോശയെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഒരു അവസരം കർത്താവ് നൽകുമെന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിൽ വന്നു. ഞാൻ അന്നത്തെ ലീഡ് ചെയ്ത ദേവദാസനോട് കർത്താവിനെ സാക്ഷിക്കാൻ ഒരു അവസരം ചോദിച്ചു. അദ്ദേഹം എനിക്ക് സമയം തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 20 മിനിറ്റ് സമയം ഒരു വാക്ക് പോലും തെറ്റാതെ അന്ന് കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഒരു അവസരം കർത്താവ് തന്നു. അതിന്റെ ആത്മീയ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയൊക്കെ ഒരു ആരംഭമായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നടത്തി ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞ കർത്താവിന്റെ കൃപ മാത്രമാണ്. ഇന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ഒരു ചെറിയ ഒരു ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭാര്യയും 3 മക്കളും ഉണ്ട്. മക്കള് 3 പേരും കുടുംബസ്ഥരാണ്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ആരംഭ നാളുകളിലൊക്കെ വെളിപ്പെട്ട ഒരു വലിയ ദൈവ സാന്നിധ്യവും അനുഭവിച്ച ഒരു ദൈവകൃപയും ഉണ്ട്. സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. എന്നാൽ ഒരു ഘട്ടം മുന്നോട്ട് പോയപ്പോ ആ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ആ ഒഴുക്ക് നിലച്ചതുപോലെ ആ പ്രവൃത്തിക്ക് ഒരു തടസ്സങ്ങൾ നേരിട്ടതൊക്കെ ഈ നാളുകളിൽ വളരെയധികം ഓർക്കുകയും ഹൃദയത്തിൽ അതിന്റെ ഒരു വലിയ ഭാരവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനത്തെ കുറിച്ച് തന്നെ ഒന്ന് പങ്കുവെക്കാം. ദൈവത്തിന്റെ ഉള്ളിൽ തന്ന കാര്യങ്ങൾ പങ്കുവെക്കാമെന്നുള്ളൊരു ചിന്ത ഉള്ളിൽ ലഭിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായിട്ട് നിൽക്കുകയാണ്. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠരായിട്ടുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് ബലം പകരുന്ന പത്രോസ് അപ്പോസ്തലന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ അറിഞ്ഞവരും അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് എന്ന് വരികിലും ഞാൻ പിന്നെയും നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു എന്ന് പറയുന്ന ഒരു വാക്ക്. പ്രിയമുള്ളവരെ, അറിഞ്ഞവരാണ്, അറിഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, എന്നാലും പിന്നെയും ഞാൻ ഓർപ്പിക്കുകയാണ് എന്ന് പറയുന്ന പത്രോസ് അപ്പോസ്തലന്റെ ആ വാക്കുകള് ഞാൻ ഇങ്ങനെ അത് ഓർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കറിയാം,
ഒരു വ്യക്തി ഈ ഭൂമിയിലെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഈ ഭൂമിയിലെ ജനനം കൊണ്ടാണ്. ജനനം കൊണ്ടാണ് ഈ ഭൂമിയിലെ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിന്റെ ആരംഭവും ഒരു ജനനത്താലാണെന്ന് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അപ്പൊ പുതിയ ഒരു ജനനം, ഒരു വീണ്ടും ജനനം, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തോടെയാണ് ആത്മീക ജീവിതം ആരംഭിക്കുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. കർത്താവിന്റെ ദാസിയെ നമ്മളെ വായിച്ച് കേൾപ്പിക്കുമല്ലോ. ഗലാത്യ ലേഖനം 3-ന്റെ 3-ാമത്തെ വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? മതി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, ആത്മീക ജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവിനാൽ ആരംഭിക്കുന്നു. ആത്മാവിനാൽ ആരംഭിച്ച ആത്മീക ജീവിതം അന്ത്യം വരെ പോകേണ്ടത് പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. എന്നാൽ ഇടയ്ക്ക് ആത്മാവിന്റെ ആ കൺട്രോളിൽ നിന്ന് മാറി ജഡം നമ്മെ നിയന്ത്രിക്കുന്ന ജഡത്തിന്റെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഗലാത്യ സഭയോടെ ഈ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഭാരത്തോടെയാണ് പറയുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ ഇപ്പോ സമാപിക്കുന്നത്? പ്രിയമുള്ളവരെ, ഉപദേശപരമായ കാര്യം അതിനകത്തുണ്ടെന്ന് നമുക്കറിയാം. വിശ്വാസത്താലുള്ള നീതീകരണമാണ് പ്രധാനമായും ഗലാത്യ സഭയിൽ അപ്പോസ്തലൻ ആ കാര്യം ബോധ്യപ്പെടുത്തി. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ജനം ഇപ്പോ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെടാൻ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിലേ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ തെറ്റിച്ചു കൊണ്ടുപോയത് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആത്മാവിൽ ആരംഭിച്ചു, ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ജഡത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ദൈവസഭകളെ കുറിച്ച്, പ്രിയമുള്ളവരെ, ദൈവമക്കളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ കാണുമ്പോ ഇപ്രകാരം ഒരു കാര്യം പറയാൻ ഇടയാകുമോ? ഒരു നല്ല ആരംഭം എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. വീണ്ടും ജനനം അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ യാക്കോബായ സഭയിലായിരുന്നപ്പോ അന്ന് സഭയുടെ പഠനത്തിൽ മനസ്സിലാക്കി, ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോ ആ കുഞ്ഞ് വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനനത്തിന്റെ കൂദാശയാണ് മാമോദീസ എന്ന് യാക്കോബായ സഭ പഠിപ്പിച്ചു. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, മാമോദീസ മുങ്ങിയത് കൊണ്ടോ ഏതെങ്കിലും കർമാനുഷ്ഠാനങ്ങൾ ചെയ്തത് കൊണ്ടോ ഒരു വ്യക്തിയും വീണ്ടും ജനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളത്താൽ എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ കാര്യം പറയുമ്പോ കർത്താവിന്റെ ശിഷ്യന്മാര് കൂടെ ഉണ്ട്. ആ ശിഷ്യന്മാരത് നന്നായിട്ടത് മനസ്സിലാക്കി. കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത് ശിഷ്യന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലൂടെ നാം ചിന്തിക്കുമ്പോഴാണ്. പ്രധാന ശിഷ്യനായ പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസിന്റെ ലേഖനം 1:23 നാം വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു കർമ്മമാർഗത്തിലൂടെയല്ല, ദൈവത്തിന്റെ വചനത്താലാണ് വീണ്ടും ജനിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1:18 വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ നമ്മെ സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് അപ്പോസ്തലനും ആ കാര്യം വളരെ വ്യക്തമാക്കുകയാണ്. വചനത്താൽ വീണ്ടും ജനിക്കുന്നു. ഫിലമോന്റെ ലേഖനം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫിലമോനോട് തടവിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോ ഒനേസിമോസിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ഒരു തടവ്
പുള്ളിയായിരിക്കുന്ന ഒനോസിമോസ് എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? അത് മാമോദിസ മുങ്ങിയിട്ടാണോ, മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടാണോ? ഒരിക്കലുമല്ല. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞു, വചനം പറഞ്ഞു. ആ വചനത്താലാണ് വീണ്ടും ജനനം ഉണ്ടായത്. 1 കൊരിന്ത്യർ ലേഖനം 4:15 വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയോട് പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങൾക്ക് ക്രിസ്തുവിൽ അനേക ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെ ഇല്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറയുമ്പോൾ അവിടെ വെള്ളമെന്ന് ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ വചനമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ശമര്യക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഉടനെ ശമര്യക്കാരി സ്ത്രീ പറയുന്നത്, ആ വെള്ളം എനിക്ക് തരണമെന്നാണ്. ഞാൻ വെള്ളം കോരാൻ ഇവിടം വരെ വരേണ്ട കാര്യമില്ലല്ലോ. ഉടനെ യേശു അവൾക്ക് കൊടുത്തത് വെള്ളമല്ല, വചനമാണ്, ജീവന്റെ വചനമാണ്, യേശു കർത്താവിന്റെ വാക്കുകളാണ്, വചനമാണ് ആ ശമര്യക്കാരി സ്ത്രീയിൽ രൂപാന്തരം കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോ വചനത്താൽ, പ്രിയമുള്ളവരെ, ആത്മാവിനാൽ എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരുവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അകത്തുള്ളൊരു അനുഭവമാണ് പുതുജനനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മാവിൽ ആരംഭിക്കുന്ന എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഒന്നാമത്തെ കാര്യം ആത്മാവിൽ ലഭിക്കുന്ന ആ പുതുജനനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ നിക്കോദീമോസിനോട് ഈ കാര്യം പറഞ്ഞു. പക്ഷെ നിക്കോദീമോസിനോട് ഈ കാര്യം മനസ്സിലായില്ല. താൻ ചോദിക്കുന്നത് വൃദ്ധനായ ശേഷം അമ്മയുടെ ഉള്ളിൽ കിടന്ന് വീണ്ടും ജനിക്കാൻ പറ്റുമോ എന്നാണ്. പ്രിയമുള്ളവരെ, നിക്കോദീമോസിന് മനസ്സിലാകുന്ന ഒരു ചരിത്രം യേശു കർത്താവ് പറഞ്ഞു. അതിങ്ങനെയാണ്. യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ വീണ്ടും ജനന അനുഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന് നല്ലൊരു ദൃഷ്ടാന്തം യേശു കർത്താവ് പറഞ്ഞു. നിക്കോദീമോസിന് മനസ്സിലാകുന്ന ഒരു സംഭവം, ഇസ്രായേൽ ജനം ഇസ്രായേൽ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോ അവർ ദൈവത്തോട് മത്സരിച്ചു, പിറുപിറുത്തു. ദൈവം അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അനേകം ആളുകൾ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കാനായിട്ട് തുടങ്ങി. മോശ ദൈവത്തോട് നിലവിളിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞു, പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി എല്ലാവരും കാണത്തക്ക നിലയിൽ ഒരു കൊടിമരത്തിൽ തൂക്കുക. ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. മോശ തിടുക്കത്തിൽ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി പ്രിയമുള്ള ജനത്തോട് വിളിച്ചു പറഞ്ഞു, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ആളുകൾ രക്ഷ പ്രാപിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ഇനി വേഗത്തിൽ നിങ്ങൾ പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ നോക്കണം. ബുദ്ധിശാലികളായിട്ട് ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ നോക്കിയാൽ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? അഗ്നിസർപ്പം കടിച്ചതിന്റെ വിഷം ശരീരത്തിൽ വ്യാപിക്കുമ്പോൾ മരണത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല മറ്റു ട്രീറ്റ്മെന്റുകളിലേക്കല്ലേ പോകേണ്ടത്? പിച്ചള സർപ്പത്തെ നോക്കിയാൽ എങ്ങനെ രക്ഷ പ്രാപിക്കും? ഒരുപക്ഷെ ബുദ്ധിമാന്മാരായ ആളുകൾ അത് ചെയ്യാതെ അവർ മാനുഷികമായ മറ്റു പല ക്രമീകരണങ്ങളിലേക്ക് പോയപ്പോ അവരൊക്കെ മരിച്ചു വീഴുന്ന അവസ്ഥയാണ്. കുറെ ആളുകള് പൊട്ടന്മാരെ പോലെ മോശ പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. അവർ ആ പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ നോക്കി. പ്രിയമുള്ള, നമുക്കറിയാം ആ നോക്കിയ നിമിഷം സംഭവിച്ചതെന്താണ്? മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ വ്യാപരിച്ച ആ വിഷാംശം മുഴുവൻ നിമിഷം കൊണ്ട് അത് ഇല്ലാതായി തീരുകയാണ്. അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരികയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഇതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യേ കർത്താവ് കാൽവരി കുന്നിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് യേശു കർത്താവിന്റെ ക്രൂശുമരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. ഞാൻ ചെയ്ത പാപത്തിന്റെ
ശിക്ഷയാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത്. എനിക്ക് പകരക്കാരനായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ കിടക്കുന്നത്. പാപത്തിന്റെ ഈ വിഷം എന്നിൽ നിന്ന് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. പ്രിയമുള്ളവരെ, അനേകം ആളുകള് ഈ സത്യം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുമ്പോൾ ഇന്നും ബുദ്ധിശാലികളായിട്ടുള്ള ആളുകള് കർത്താവിങ്കിലേക്ക് നോക്കാതെ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, കർമാചാരം കൊണ്ട്, ആചാരാനുഷ്ഠാനം കൊണ്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടുകയാണ്. എന്നാൽ കൃപയാൽ ക്രിസ്തുവിങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, നമ്മുടെ സഭകളിലൊക്കെ ഈ വീണ്ടും ജനനത്തിന്റെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം ഈ നാളുകളിൽ ആഴത്തിൽ പങ്കിടേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇന്ന് വളർന്നു വരുന്ന മക്കൾ പലരും ആ വീണ്ടും ജനന അനുഭവം ഉള്ളവരല്ല. യഥാർത്ഥമായ രക്ഷ മാതാപിതാക്കൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ആ മക്കളും ആ വഴി സഭാഹോളിൽ വരുന്നു. അത് സന്തോഷമല്ല, അവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അറിയത്തക്ക നിലയിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തുവിനെ ഉയർത്തേണ്ട ആവശ്യകത ഈ കാലങ്ങളിൽ ഏറ്റവും അധികമാണ് എന്ന് ഇങ്ങനെ ഓർക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ കുറച്ചുകൂടെ ഗൗരവത്തോടെ ഓർക്കുന്നത്, അറിയുന്ന കാര്യമാണെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്, ഈ വീണ്ടും ജനനം എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട്. വീണ്ടും ജനനത്തിന്റെ തെളിവ് എന്താണ്? ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുന്നത്? വചനമാണ് ഇതിനെല്ലാം ഉത്തരം തരുന്നത്. 1 യോഹന്നാന്റെ ലേഖനം നമുക്ക് ഈ അവസരത്തിൽ എടുക്കാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമുക്ക് ഈ അവസരമായി കേൾക്കാം. 5:1. ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. മതി. പ്രിയമുള്ളവരെ, 1-ാമത്തെ കാര്യം വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ തെളിവ് കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ആ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, യേശു എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ മാനുഷികമായിട്ടുള്ള നാമമാണ്. യേശുവിന്റെ അമ്മ മറിയയോട് ദൂതൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് ഇപ്രകാരമാണല്ലോ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ മറിയ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഉടനെ ദൂതൻ പറഞ്ഞ വാക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 1 മത്തായി സുവിശേഷം 1:21 വായിക്കുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ഇപ്പൊ യേശു എന്ന വാക്ക് ക്രിസ്തുവിന്റെ മാനുഷികമായിരിക്കുന്ന, ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുവിന്റെ മാനുഷികമായിട്ടുള്ള നാമമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. എന്നാൽ ക്രിസ്തു എന്നുള്ളത് യേശു ക്രിസ്തു അത് ഔദ്യോഗിക നാമമാണ്. യേശു ജനിച്ച സമയത്ത് ദൂതന്മാർ പറഞ്ഞ വാക്കുണ്ട്. ആട്ടിടയരോട് സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇപ്പൊ സർവജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷം എന്താണ്? ദൂതന്മാർ പറഞ്ഞു, ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഈ രക്ഷിതാവ് ആരാണ്? കർത്താവായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ക്രിസ്തു അവിടുത്തെ ഔദ്യോഗിക നാമമാണ്. മശിഹ, അഭിഷിക്തൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. തിരുവെഴുത്ത് പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്നാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുണ്ട് 10:9. രക്ഷയിലേക്ക് വരുമ്പോ യേശുവിനെ കർത്താവെന്ന്
വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ ക്രിസ്തു കർത്താവാണ് എന്ന് ഏറ്റുപറയണം. ഇപ്പൊ വീണ്ടും ജനിച്ചതിന്റെ ഒന്നാമത്തെ തെളിവ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം നാം അതേ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വായിക്കുന്നത് ജനിപ്പിച്ചവനെ സ്നേഹിക്കുമെന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ മറ്റൊരു പ്രധാന തെളിവ് ജനിപ്പിച്ചവനെ സ്നേഹിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ ജനിച്ച നാൾ മുതൽ ജനിപ്പിച്ച ആ അപ്പനോട് നമ്മുടെ ഉള്ളിൽ ഒരു ആഴമായ സ്നേഹം അത് വരികയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഒരു മാനുഷിക പിതാവ്, നമുക്ക് എല്ലാം ഒരു മാനുഷിക പിതാവുണ്ട്. നമ്മുടെയൊക്കെ അപ്പച്ചന്മാരെക്കാൾ സൗന്ദര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും ഒക്കെ ആയ പല ആളുകളെ കണ്ടേക്കാം. പക്ഷേ നമ്മുടെ അപ്പച്ചനോട് ജനിപ്പിച്ച പിതാവിനോട് തോന്നുന്ന സ്നേഹം വ്യത്യസ്തമാണ്, അല്ലെ? ഒട്ടും സൗന്ദര്യമില്ലെങ്കിലും ഒട്ടും ആരോഗ്യമില്ലെങ്കിലും പ്രിയമുള്ളവരെ, ആ ജനിപ്പിച്ച പിതാവിനോട് മാനുഷികമായി തോന്നുന്ന സ്നേഹം അത് ബൈബിൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് വന്ന സ്നേഹമല്ല. പ്രിയമുള്ളവരെ, മറ്റു നിലയിൽ ഒന്നും കയറി വന്നതല്ല. അത് ആ അപ്പന്റെ വിത്ത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, ആ പിതാവിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ജനിച്ച ഓരോ വ്യക്തിയും ജനിപ്പിച്ച അപ്പനോട് ഒരാഴമായ സ്നേഹമുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത് നാം വളരെ പരിശോധിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എഫെസോസിലെ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആദ്യ സ്നേഹം വീണ്ടും ജനിച്ച സമയത്ത് ആഴമായ സ്നേഹമുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ആ സ്നേഹത്തിൽ നിന്ന് മാറി ലോകത്തിലേക്ക് പോയ അവസ്ഥ, അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. അപ്പോ തിരുവെഴുത്ത് പറയുന്നു ജനിപ്പിച്ചവനെ സ്നേഹിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നത്? നമ്മെ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു. തിരുവെഴുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒന്ന് യോഹന്നാൻ 4:19 നമുക്കൊന്ന് വായിക്കാം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? വീണ്ടും ജനനം ഉള്ളിൽ വന്നപ്പോ പ്രിയമുള്ളവരെ, നാം തിരിച്ചറിഞ്ഞു ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു കഴിവും ഇല്ലാത്ത, ആർക്കും വേണ്ടാതെ കിടന്ന, നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന എന്നെ കർത്താവ് സ്നേഹിച്ചു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോ പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൽ നിന്നാണ് നാം തിരിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോ നാം രക്ഷിക്കപ്പെട്ടിട്ട് സ്നേഹിച്ചതല്ല, നാം നല്ലവരായിട്ട് സ്നേഹിച്ചതല്ല. പ്രിയമുള്ളവരെ, നാം ശത്രുക്കളായിരിക്കുമ്പോ, നാം ദോഷികളായിരിക്കുമ്പോൾ, നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്നപ്പോ നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നാം ഓർക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയുന്നത്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഒന്ന് യോഹന്നാൻ തന്നെ 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രിയമുള്ള, തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷം. എന്നിട്ട് പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. പ്രിയമുള്ളവരെ, യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നപ്പോ ഓർക്കുന്നുണ്ട്, അന്ന് പള്ളിയിലെ കപ്പ്യാരായിട്ടൊക്കെ നിൽക്കുന്ന സമയം, 50 നൊയമ്പിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ആളുകൾ വരിവരിയായിട്ട് ഉപസാരിക്കാൻ വേണ്ടി വരികയാണ്. അച്ഛന്റെ അടുക്കൽ പാപമേറ്റു പറയാനായിട്ട്. ഇനി
ആരും തന്നെ പാപം ഏറ്റു പറയാറില്ല. ഇനി പറഞ്ഞാൽ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കൂട്ട് മെഴുതിരി കത്തിക്ക്, അല്ലെങ്കിൽ 100 എണ്ണ വിളക്ക് കൊണ്ട് ഒഴിക്ക്, അല്ലെങ്കിൽ ഇത്ര വെള്ളിയാഴ്ച പള്ളിയിൽ വാ. പ്രിയമുള്ളവരെ, ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ഞാൻ ഓർക്കുന്നു, ഇന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, നാം പ്രായശ്ചിത്തം ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ എങ്കിൽ എന്തിനാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? തിരുവെഴുത്ത് പറയുന്നു, അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാണ്. നമ്മെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് യേശു അത് ചെയ്തു. ഇത് ഓർക്കുമ്പോഴാണ് കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ വരുന്നത്. പ്രിയമുള്ളവരെ, ജനിപ്പിച്ചവനെ സ്നേഹിക്കും. ഈ അടുത്തിടെ ഉള്ള ഒരു പാട്ട് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ പാട്ടിന്റെ ആശയം ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, എന്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൊണ്ടുമല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു? എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു? എന്റെ സങ്കടം തീർത്തു എന്നുള്ളത് ശരിയാണ്. പ്രിയമുള്ളവരെ, ആവശ്യങ്ങൾ നടത്തി തരുന്നു എന്നുള്ളത് ശരിയാണ്. അതൊക്കെ പ്രിയമുള്ളവർ എത്രയോ ചെറിയ കാര്യമാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. ഈ വലിയ രക്ഷ എനിക്ക് ദാനമായി തന്നത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ കാര്യങ്ങൾ അങ്ങ് ഓർക്കാനും അവരുടെ ഉള്ളത്തിൽ അവർക്കത് ധ്യാനിക്കാനും അവസരം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവർ കർത്താവിനെ വിട്ടുപോകുകയില്ല. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജനിപ്പിച്ചവനെ സ്നേഹിക്കുമെന്ന്. പ്രിയമുള്ളവരെ, മറ്റൊരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, കൂടെ പന്തിയിലിരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടുമുകളിൽ നാം വായിക്കുന്നത്, അധികം ഇളച്ചു കിട്ടിയവൻ എന്ത് ചെയ്യുമെന്നാണ്? അധികം സ്നേഹിക്കുമെന്നാണ് യേശു പറഞ്ഞു. അധികം ഇളച്ചു കിട്ടിയവൻ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം, വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കുമോ? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നെന്ന് ശിമിയോൻ പറഞ്ഞു. 47-ാമത്തെ വാക്യം കൂടെ, ആകയാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഉള്ളവരെ, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നത് നമുക്ക് ഇളച്ചു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്പം ഇളച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവൻ എന്ത് ചെയ്യും? അധികം സ്നേഹിക്കും. വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവജനം കേൾക്കുന്ന സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരുണ്ട്. ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, നമ്മെ രക്ഷിച്ച നമുക്ക് ഇളച്ചു കിട്ടിയതിന്റെ വലിപ്പം എത്രയാണ്! നാം ചെയ്ത പാപത്തിന്റെ വലിപ്പം, പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന്റെ പാപമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ക്രൂശിൽ തകർത്ത് കളയാൻ ഇടയായതെങ്കിൽ നാം തിരിച്ചറിയുന്നു എന്റെ പാപം എത്ര ഭയാനകമായിരുന്നു. എന്നാൽ ആ ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞ കളയാത്തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ പാപം അത്രമാത്രം വലുതായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പറയുന്നു, ആ പാപം മുഴുവൻ ഇളച്ചു തന്ന ക്ഷമിച്ചു തന്ന കർത്താവിനോട് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എന്താണ്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയാൽ, ഒരു ജോലി കിട്ടിയാൽ, ഒരു രോഗം മാറിയാൽ നമുക്കൊരു സ്നേഹവും ഒരു ബന്ധമൊക്കെ ഉണ്ട്. അത് എത്ര നാളത്തേക്കെന്നറിയാമോ? അടുത്ത രോഗം വരുന്നത് വരെ, അടുത്ത സാമ്പത്തിക തകർച്ച വരുന്നത് വരെ, അത്ര സമയത്തേക്ക് ഉള്ളൂ. അത് വീണ്ടും ഒരു രോഗം വരുമ്പോൾ അത് മാറിയില്ലെങ്കിൽ ആ സ്നേഹമൊക്കെ കുറയുകയാണ്. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം നിലനിൽക്കുന്നത്, തിരുവെഴുത്ത് പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ, അസംഖ്യമായ പാപങ്ങൾ ക്ഷമിച്ചു തന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. 116-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ
ിക്കുന്നതിന്റെ മറ്റൊരു കാര്യം അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ്. അങ്ങനെ ഓർക്കുന്നുണ്ട്. ഈ ദൈവം സൃഷ്ടിച്ച ഈ സബരയൂഥം, പ്രിയമുള്ളവരെ, ഈ കൊച്ചു ഭൂമി, അതിലെത്രയോ ചെറുതാണ് ഈ കൊച്ചു ഭൂമി. ഈ കൊച്ചു ഭൂമിയുടെ ഏതോ ഒരു കോണിൽ തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് പിരിയാച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തി താമസിക്കുന്നത്. ആ കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമേ എന്ന് വിളിച്ചപ്പോ ആ വിളി കേട്ട ഒരു ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ കണ്ണുനീര് കണ്ടില്ലേ? അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ? പ്രിയമുള്ളവരെ, വിലാപത്തെ നൃത്തമാക്കി തീർത്ത ഒരു ദൈവം, ആ ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലേ? പക്ഷെ നമ്മുടെ ഉള്ളത്തിൽ ആ കർത്താവിനോട് യഥാർത്ഥ സ്നേഹമുണ്ടോ? തിരുവെഴുത്ത് പറയുന്നു, ജനിപ്പിച്ചവനെ, വീണ്ടും ജനിച്ചതിന്റെ രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന തെളിവ് ജനിപ്പിച്ചവനെ സ്നേഹിക്കുമെന്നുള്ളതാണ്. മൂന്നാമത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ തന്നെ 1-ാമത്തെ വാക്യം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ, വായിക്കണ്ട, നമ്മളത് വായിച്ചതാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ 84 ഡിവൈസ് കാണുന്നു. ഇത്രയും ദൈവമക്കൾ വിവിധ ആത്മീയ സംഘടന പ്രസ്ഥാനങ്ങളിൽ, ദൈവസഭകളുടെ വിവിധ കൂട്ടായ്മകളിൽ നിൽക്കുന്നവരാണ്. അതിലൊരു ചെറിയ കൂട്ടം മാത്രം മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലുള്ള ആളുകളുമുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലുള്ള ആളുകളെ സ്നേഹിക്കുന്നത് ശരിയാണ്. പക്ഷെ യേശുവിന്റെ രക്തം കൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. പ്രിയമുള്ളവരെ, കാരണം നമ്മെയും അസംബ്ലസ് കോഡിലുള്ള ദൈവമക്കളെ, ചർച്ച കോഡിലുള്ള ദൈവമക്കളെ, IPCയിലുള്ള ദൈവമക്കളെ, ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം വീണ്ടും ജനിക്കാൻ ഇടയായത് ഒരേ ഒരു പിതാവാണ്. ആ സ്വർഗീയ പിതാവിന്റെ മക്കളാണ്. വീണ്ടും ജനിച്ചതിന്റെ തെളിവ്, പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുമെന്നാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ ഈ കാലങ്ങളിൽ ഇതൊക്കെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കേട്ട് തഴമ്പിച്ച വാക്കുകളായി പോകാതെ, കാണപ്പെടുന്ന സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളെ, അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് കാണുമെന്നേ, എന്തെങ്കിലുമൊക്കെ വീഴ്ച കാണും. പക്ഷെ അവർ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവപൈതലാണെങ്കിൽ അപ്പൻ അവരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാമും അവരെ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. ഈ അടുത്ത ദിവസം എന്റെ കണ്ണു തുറന്നൊരു സംഭവമുണ്ട്. പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല, സഭയിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഉഴപ്പിയൊക്കെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. പ്രിയമുള്ളവരെ, അപ്പോ അങ്ങനെ ഉഴപ്പി നടക്കുന്നവര് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി ദൈവം നല്ല ശിക്ഷണം നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ശിക്ഷണത്തിലൂടെ പോകുന്ന ഒരു കുടുംബം, പ്രിയമുള്ളവരെ, ഓർക്കുന്നു. പക്ഷെ ആ വ്യക്തിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ കണ്ടപ്പോ, പ്രിയമുള്ളവരെ, എന്റെ ഉള്ളിൽ അവരോടൊരു നീരസമാണ്. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ, ശരിയാകുന്നില്ലല്ലോ. ഉള്ളിൽ ഒരു നീരസമാണ്. ഒരു ശിക്ഷണം വന്നപ്പോ അത് ആവശ്യമാണെന്നൊക്കെ ചിന്തിച്ചു പോയി. എന്നാൽ ഒരു ദിവസം കർത്താവ് കണ്ണു തുറന്നു. എന്നറിയാമോ? ആ വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ആത്മീക ജീവിതത്തിൽ ഉഴപ്പി നടന്ന ആൾക്ക് ശിക്ഷണം കൊടുത്തതെന്നറിയാമോ? ആ വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എബ്രായലേഖനം 12:6 പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നുവെന്നാണ്. നാം അത് ശിക്ഷണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ്, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നീരസം വേറെ നിലയിലാകുകയാണ്. കർത്താവ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത് വീണ്ടും ജനിച്ചതിന്റെ തെളിവാണ്. സമയം പോകുന്നല്ലോ. 4-ാമത് നമുക്ക് വായിക്കാൻ കഴിയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. 1 യോഹന്നാൻ 5:4 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ 4-മതൊരു തെളിവായി തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ
ജയിക്കുന്നു എന്നാണ്. ലോകത്തെ ജയിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ളത് എന്താണ്? യോഹന്നാൻ 2:14-15 വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൺമോഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇത് ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിക്കാണ് പ്രിയമുള്ളവരെ ജഡമോഹത്തെ, കൺമോഹത്തെ, ജീവനത്തിന്റെ പ്രതാപങ്ങളെ ജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, റോമർ 8:2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് ജയം നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് കിടക്കുന്നത്. ഈ നിയമം നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജഡമോഹങ്ങൾക്കെല്ലാം നമ്മൾ അധീനരാണ്. ഇനി ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് മറ്റൊരു നിയമം ആവശ്യമാണ്. ആ നിയമത്തിന്റെ പേരാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എപ്പോഴാണ് അകത്ത് വരുന്നത്? യഥാർത്ഥ വീണ്ടും ജനനം ഒരുവന്റെ ഉള്ളിൽ വരുമ്പോഴാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്. ഏതൊരു വസ്തുവും കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് വരാൻ കാരണം നമുക്കറിയാം, ഈ ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരു കുട്ടി ഒരു ബലൂണിനകത്ത് ഹൈഡ്രജൻ വാതകം നിറച്ച് അതിന്റെ വായി നന്നായിട്ട് മൂടിക്കെട്ടി അത് കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴോട്ടല്ല, അത് മേലോട്ട് പോകും. പ്രിയമുള്ളവരെ, നിലവിൽ നിൽക്കുന്ന ഒരു നിയമത്തെ മറ്റൊരു നിയമം കൊണ്ട് ഇപ്പോൾ അത് ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുരുത്തക്കേട് സഭയിലൊക്കെ കാണിക്കുമ്പോ നമ്മളവരെ വഴക്ക് പറയും. അവരിച്ചിരി മുടി നീട്ടിയാൽ മറ്റേ സംഗതി ശരിയാണ്, അതൊക്കെ ശരിയാണ്, ഒക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഒരു മറുവശം കൂടെ ഉണ്ട്. ഈ ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഈ കൊച്ചിന് എങ്ങനെയാണ് ഈ ലോകത്തെ ജയിക്കാൻ പറ്റുന്നത്? അവൻ എങ്ങനെയാണ് ഈ വചനം ഗ്രഹിക്കാൻ പറ്റുന്നത്? ദൈവവചനം കൂടെ കൂടെ പറഞ്ഞിട്ട് അവൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ദൈവിക ജനനം അവന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടില്ല. വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുന്നു. 1 യോഹന്നാൻ 2:14 പറയുന്നത്, ബാല്യക്കാരെ, ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുക നിങ്ങൾക്ക് എഴുതുന്നു. യവനക്കാർ ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നു, അവർ ശക്തരായി തീരുന്നു, അങ്ങനെ അവർ ലോകത്തെ ജയിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. 5ാമത് നാം വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. 1 യോഹന്നാൻ 3:9 നാം വായിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഈ വചനം വായിക്കുമ്പോ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. എന്നാൽ 1 യോഹന്നാൻ 1:8 വായിക്കുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് തമ്മിൽ ഒക്കുന്നത്? ഇപ്പൊ ഞാൻ മറ്റൊരു ഭാഷാന്തരം നോക്കിയപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് വളരെ വ്യക്തതയുള്ളതാണ്. അതിങ്ങനെയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം അനുശീലിക്കുന്നില്ല, പാപം ശീലമാക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ശീലമാക്കുന്നില്ല. അടുത്ത വാക്ക്, ദൈവത്തിന്റെ വിത്ത് അവരിൽ വസിക്കുന്നുവല്ലോ. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കയാൽ പാപത്തിൽ തുടരുക അവർക്ക് അസാധ്യമാണ്. പ്രിയമുള്ളവരെ, പാപം ചെയ്യുന്നില്ല എന്നല്ല, പാപത്തിൽ തുടരുന്നില്ല, പാപം ശീലമാക്കുന്നില്ല. ദൈവത്തിൽ ജനിച്ച ഒരു വ്യക്തി അബദ്ധവശാൽ ഒരു പാപം വന്നാൽ പ്രിയമുള്ള ദൈവാത്മാവ് പെട്ടെന്ന് ഓർമ്മ വരുത്തുന്നു, ഏറ്റുപറയുന്നു, വ്യക്തികളോട് നിരപ്പാകുന്നു. അല്ല, അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അടുത്ത സഭായോഗത്തിലെങ്കിലും വചനം കേട്ട് കഴിയുമ്പോ തിരുത്തപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല, തുടരുക അവന് അസാധ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞു പെട്ടെന്ന് നിർത്തുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ മറ്റൊരു തെളിവ് നാം വായിക്കുന്നത് 1 യോഹന്നാൻ 2:29 അവിടെ വായിക്കുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ. 2:29 അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നു. നീതി ചെയ്യുന്നവൻ അവനിൽ നിന്ന്
ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് പറയുന്ന വചനം നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നു. ഏഴാമത്തെ ഒരു കാര്യം കൂടെ നമ്മൾ കാണുന്നത് 1 യോഹന്നാൻ 5:18 വാക്യമാണ്. അതുകൂടെ പറഞ്ഞ് നിർത്താമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. പ്രിയമുള്ളവരെ, ഈ വാക്ക് നാം ആഴത്തിൽ വിശ്വസിക്കേണ്ടതാണ്. ഇത് എഴുതപ്പെട്ട വചനമാണ്. തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കുന്നു. ലോകത്തിന്റെ ആ അഴുക്കിലേക്ക് പോകാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ കേൾക്കുന്ന ദൈവവചന പഠനങ്ങളൊക്കെ എന്തിനാണ്? നമ്മെ തന്നെ ഒരുക്കാൻ വേണ്ടിയാണ്. അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്നാണ്. ആത്മീക ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ വചനം അകത്ത് കയറിയതാണ്. പ്രിയമുള്ളവർ, 1994 എന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. എന്റെ 6 വയസ്സുള്ള എന്റെ മൂത്ത മകൻ ഒരു സഭായോഗം കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയപ്പോ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു 407 ബെൻസ് വണ്ടി വന്ന് അവനെ ഇടിച്ച് തെറിപ്പിച്ച് അവൻ റോഡിൽ തലയടിച്ച് വീണു. ഞാൻ മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അന്നേരമാണ് അവിടേക്ക് ആള് വന്നു, ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോറിക്ഷയിൽ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ പ്രിയമുള്ളവരെ, ഈ ദൈവവചനമാണ് എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ശത്രുവിന് തൊടാൻ അവസരമുണ്ടായത് എന്താണ്? എവിടെയാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്? അവിടുന്ന് ഈ സംഭവത്തിലൂടെ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? കർത്താവേ, ഞാൻ എന്റെ ജീവിതത്തെ അങ്ങേക്കായി വീണ്ടും സമർപ്പിക്കുന്നു, അങ്ങനോട് സംസാരിക്കണം എന്ന് ഞാൻ ആ ഓട്ടോറിക്ഷയിൽ ദൈവത്തോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിനുശേഷം കർത്താവിനോട് ഒരു വാക്കുകൂടെ പറഞ്ഞു, കർത്താവേ, ഇതൊരിക്കലും എനിക്കൊരു നിത്യദുഃഖമായി മാറരുത്. ഇതൊരു നിത്യദുഃഖമായി മാറാതെ കർത്താവെ മാറ്റാൻ അങ്ങേക്ക് കഴിയുമല്ലോ. ദൈവകരങ്ങളിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. മോൻ ഐസിയുവിൽ കിടക്കുന്നു. ഞാൻ ഐസിയുവിന്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ന്യൂറോയുടെ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് എന്റെ തോളിൽ പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, തലച്ചോറിൽ ഇതുപോലെ ഒരു ഷേക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവയവങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അതുകൊണ്ട് അത് കാര്യമായി തലച്ചോറിന്റെ കാര്യം, തലയുടെ കാര്യം ശ്രദ്ധിക്കുന്നു. കാലിന്റെ തുടയലിൽ പൊട്ടി ഇങ്ങനെ കയറി കിടക്കുകയാണ്, അത് പിന്നെ നോക്കാം, തലയുടെ കാര്യം ആദ്യം നോക്കട്ടെ. അനേക ദൈവമക്കള് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഓർക്കുന്നു, 4 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനില്ല, ആ കാര്യത്തിൽ ഒരു പരിഹാരമായി. ഇനി കാലിന്റെ കാര്യത്തിൽ അത് സർജറി ചെയ്യേണ്ടതാണ്, എന്നാൽ വെയിറ്റിട്ട് നോക്കാം. ഇങ്ങനെ ഒടിഞ്ഞു കയറിപ്പോയ കാല് അസ്ഥി ഇറങ്ങി വരികയാണെങ്കിൽ പ്ലാസ്റ്റർ ശരിയാക്കാമെന്ന് പറഞ്ഞ ഒരു പരീക്ഷണാർത്ഥം ഡോക്ടർ കാലിൽ വെയിറ്റിട്ടു. ചുരുക്കി പറയട്ടെ, 2 ദിവസം കൊണ്ട് ആ കാല് അസ്ഥി പഴയ നിലയിലേക്ക് വന്നു. അത് പ്ലാസ്റ്റർ ഇട്ട് 10ാം ദിവസം വീട്ടിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, വീട്ടിൽ വന്നതിന് ശേഷം ആണ് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത്. അത് പല അനുഭവങ്ങളുണ്ട്, ഞാനത് പിന്നെ എപ്പോഴെങ്കിലും ഓർപ്പിക്കാം. എന്നാൽ പറഞ്ഞു വരുന്നത്, സാധാരണ നിലയിൽ ചിന്തിച്ചാൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് പിശാച് എന്റെ കുഞ്ഞിനെ തള്ളിയിട്ടെന്നോ, അല്ലെങ്കിൽ വണ്ടി ഇടിപ്പിച്ചെന്നോ, അല്ലെങ്കിൽ വണ്ടിക്കാരനോട് ദേഷ്യപ്പെടാനോ ഒത്തിരി കാര്യങ്ങൾ ണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ പ്രിയമുള്ളവരെ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവ പൈതലിനെ ദൈവത്തിന്റെ അനുവാദം കൂടാതെ തൊടാൻ ദുഷ്ടന് കഴിയില്ല. പ്രിയമുള്ളവരെ, 1 പത്രോസ് 5:8 വായിക്കുന്നു, പിശാച് ആരെ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചുറ്റി നടക്കുന്നത്? പിശാചിന് അങ്ങ് വിഴുങ്ങിക്കൂടെ? പ്രിയമുള്ളവരെ, വിഴുങ്ങാൻ പോയിട്ട് തലയിലെ ഒരു മുടി താഴെ വീണിക്കണമെങ്കിൽ പിതാവ് സമ്മതിക്കാതെ പിശാചിന് കഴിയില്ല. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ഉറപ്പ് മനസ്സിലില്ലാതെ നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന, അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന എത്രയോ ശുശ്രൂഷകന്മാർ, എത്രയോ ശുശ്രൂഷകൾ ഇന്ന് സമൂഹത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ നടക്കുകയാണ്. എഴുതപ്പെട്ട വചനം നമുക്ക് ഉറപ്പ്
തരികയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. 7 കാര്യങ്ങളാണ് വീണ്ടും ജനിച്ചതിന്റെ തെളിവായിട്ട് പറഞ്ഞത്. 1, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കും. 2, ജനിപ്പിച്ചവനെ സ്നേഹിക്കും. 3, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കും. 4, ലോകത്തെ ജയിക്കും. 5, പാപത്തിൽ തുടരുന്നില്ല. 6, നീതി പ്രവർത്തിക്കും. 7ാമത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.